ഇന്ത്യയുടെ തോൽവിക്ക് പിന്നിൽ വിരാട് കോഹ്ലിയാണ്. യെസ്, ഏത് ടഫ് സിറ്റുവേഷനിലും മുന്നിൽ നിന്ന് ചേസ് ചെയ്യാൻ ആ ചേസ് മാസ്റ്റർ ഉണ്ടായിരുന്നപ്പോൾ നമുക്കൊരു വിഷയമില്ലായിരുന്നു. ഇന്ത്യ നിലവിൽ മിസ് ചെയ്യുന്നതും അതാണ്. ഫസ്റ്റ് ബോൾ മുതൽ അഗ്രഷൻ കാണിച്ച് 300കൾക്ക് വേണ്ടിയിട്ട് അയാൾ തിടുക്കം കൂട്ടിയിട്ടില്ല. സ്ട്രൈക്ക് റേറ്റ് കുറച്ച് ടീമിനെ ഒരിക്കലും പരാജയത്തിലേക്ക് തള്ളിവിട്ടിട്ടില്ല. T20യിൽ നിന്നല്ല, ഏതൊരു ഫോർമാറ്റിലും ഇന്ത്യക്ക് അയാളോളം പോകുന്നൊരു ചേസ് മാസ്റ്റർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. T20 വേൾഡ് കപ്പ് ചരിത്രത്തിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ചേസ് മാസ്റ്ററിന്റെ ചേസുകൾ തന്നെയാണ്. 160 മുകളിൽ എന്നെല്ലാം T20 വേൾഡ് കപ്പുകളിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ടോ ആ മത്സരങ്ങളിലെല്ലാം മാൻ ഓഫ് ദി മാച്ച് ആകുന്നത് ആ ഒരൊറ്റ പേരാണ്, കിങ് വിരാട് കോഹ്ലി. ഈ 3 ചേസുകൾക്കും അതിൻ്റെതായ അഴകുണ്ട്. എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചേസിനെ കുറിച്ചും പറയാം. ഒന്ന്, 173 റൺസ് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2014 ഇന്ത്യൻ മുൻനിരയുടെ നട്ടെല്ലായി 72 റൺസ് സ്കോർ ചെയ്താണ് ആ ചേസ് കോഹ്ലി ഈസിയാക്കി മാറ്റിയത്. ഇനി 2016 ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ മുൻനിര തകർന്നു നിന്നെടുത്തുന്ന ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ഇന്നിംഗ്സ്. 49 റൺസിനിടയിൽ 3 വിക്കറ്റുകൾ നഷ്ടമായി 161 റൺസ് ചേസ് ചെയ്യാനിറങ്ങിയ ഇന്ത്യൻ ടീമിന് വേണ്ടി 82 റൺസ് സ്കോർ ചെയ്ത് വിജയത്തിലേക്ക് ബാറ്റ് ഇന്ത്യ ചേസ് മാസ്റ്ററിന്റെ ക്ലാസിക് ചേസ്. ഇനി ഏതൊറക്കത്തിൽ ചോദിച്ചാലും ഒരു സംശയവുമില്ലാതെ വിരാട് കോഹ്ലിയുടെ ബ്ലോക്ക് ബസ്റ്റർ ചേസ് 2022 T20 വേൾഡ് കപ്പിൽ പാകിസ്ഥാനെതിരെ വെറും 3% വിജയ സാധ്യത 100% വിജയമാക്കി മാറ്റാം അന്യായ ചേസ്. ഇതിനെക്കുറിച്ച് നമ്മൾ തന്നെ കുറേ വീഡിയോസിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നതിലും അപ്പുറം ആ ചേസിനെ കുറിച്ച് കമൻറ്റ് ബോക്സ് പറയുന്നത് തന്നെയാണ്. ഇനി ഇങ്ങനെ ഒരാളുണ്ടാവുമോ? ഇങ്ങനെയുള്ള ചേസുകൾ ഉണ്ടാവുമോ? ഇതുപോലെ വിശ്വസിച്ച് നമ്മൾ ഏത് താരത്തെ ആയിരിക്കും ഇനി വിശ്വസിക്കേണ്ടത്? എന്തായാലും ഈ 3 T20 ചേസുകളിൽ, വേൾഡ് കപ്പ് ചേസുകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയെ പോലെ ഇന്നിങ്സ് ആങ്കർ ചെയ്യാൻ, വിരാട് കോഹ്ലിയെ പോലെ ടീമിൻ്റെ നെടുന്തൂണാകാൻ, ഏത് സിറ്റുവേഷനിലും വിശ്വസിക്കാൻ ഒരു താരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിലവിലുണ്ടെങ്കിൽ, T20 സ്കോഡ് നോക്കണ്ട, മൊത്തത്തിൽ ടീമിൽ നിലവിലുണ്ടെങ്കിൽ അതാരായിരിക്കും? എൻ്റെ മനസ്സിലൊരു ഉത്തരം വരുന്നത് ശ്രേയസ് അയ്യരാണ്. ഈ T20 സ്കോഡിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഈ ഒരു ഏരിയയിൽ വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ പറയണേ.